ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മാന്തൽ കറിയാണ് വെക്കുന്നത്. ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ ചേർക്കുകയാണേ. ഉലുവ നന്നായിട്ട് പൊട്ടണം. അതിനുശേഷം ഇടിച്ച് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് വഴട്ടുകയാണ്. ഞാൻ അധികം ഒരുപാട് ബ്രൗണിഷൊന്നും ആക്കൂല, പച്ചമണം മാത്രം മാറുന്ന രീതിയിൽ വഴട്ടും. അതാണ് കേട്ടോ കറിക്ക് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ഒരിത്തിരി മീൻകറി ഇല്ലാണ്ട് രാത്രി ചോറ് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടു, അതിലേക്ക് മുളക് പൊടി ഇട്ടു, പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ അല്പം കൂടുതൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. അരപ്പ് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്താൽ മതിയാകും. ആദ്യം കുറച്ച് ഒഴിച്ചു, അതിൻ്റെ ലൂസ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുടംപുളിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളവും കൂടിയാണ് അതിലേക്ക് ഒഴിച്ചത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, കറിക്ക് ഇച്ചിരി കൂടി ലൂസിന് വേണ്ടിയിട്ട്. പിന്നെ ഇനി അടച്ചു വെച്ച് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഈ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് മാന്തലാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. അതുകൊണ്ടാണ് ഒന്ന് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടാൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മൾ മീനെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചു. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പം നമ്മുടെ അടിപൊളി